ഹായ് ഫ്രണ്ട്സ് ടു അങ്ങനെ ഹീറോയെ വിളിച്ചുകൊണ്ട് പോയിരുന്നു സീനിയറിന് ആ ദീദി പറയണം എന്താണ് പോവാ ദീദി കാർ ഡ്രൈവിങ് ചെയ്യും അവർ പോവാന്ന് പറയണം ദീദി പറയണം ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നോക്കുമ്പോൾ ആ ദീദിന് കാറ് പറഞ്ഞു അവിടെ ഒരു ടാക്സി ഉണ്ടായിരുന്നു ടാക്സിനോട് പറയുന്നു ഈ പറയണം ടാക്സി ഇപ്പോൾ ടാക്സി വിളിച്ചായിരുന്നു നിങ്ങളുടെ ഇവിടെ അപ്പോൾ നമുക്കൊരു സംസാരിക്കാം ആ ദീദി പോയിട്ട് കാറ് പോയി എടുത്തോണ്ട് വന്ന കാർ എടുത്തോണ്ട് കാറിൽ കയറിപ്പോന്ന് പറയുന്നു അങ്ങനെ ഈ കാർ കയറിയായിരുന്നു ആ നമ്മൾ ഇവിടുത്തെ പോവാ പിന്നെ അവിടുത്തെ നമ്മൾ വേറെ കാറിൽ പോവാന്ന് പറയായിരുന്നു ആ സീനിയർ വന്നിട്ട് ആ സീനിയർ പറഞ്ഞ് അവിടെ നിൽപ്പിച്ച് ഞാൻ കാർ പോയിരുന്നു കാണുക എത്ര പണം വരും എന്ന് പണം കൊടുത്ത് ഹീറോയി അവിടെ കാർ ഒരു കാറിൽ നിന്നായിരുന്നു ആ സീനിയർ ആയിരുന്നു കാറിൽ വണ്ടി ഡ്രൈവ് ചെയ്തായിരുന്നു അങ്ങനെ ഡ്രൈവ് ചെയ്ത് അങ്ങനെ വീനെ അവിടെ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്തായിരുന്നു അങ്ങനെ വി പറയുന്നു താങ്ക്സ് എന്ന് പറയുന്നു ശരി ഓക്കെ ഇതാണല്ലേ അതേന്ന് പറയായിരുന്നു അവിടെ വീണ്ടും അവിടെ ഇപ്പം ഗേറ്റിൽ നിന്ന് അവിടെ വെയിറ്റ് ചെയ്താൽ തുടങ്ങിയായിരുന്നു അവിടെ ഒരു മാനേജർ ഇവിടെ നിന്ന് ഓൺ സ്റ്റോപ്പ് എന്ന് പറയുന്നത് അങ്ങനെ അകത്ത് പോയിരുന്നു അകത്ത് പോയിട്ട് താങ്ക് യു എന്ന് വി പറയായിരുന്നു ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ വി ചുമ്മാ വിട്ട ശരിയാവില്ല പറഞ്ഞ് വിക്ക് എന്താ പറയാൻ പറഞ്ഞിട്ട് വി പറയുന്നു ടിക്കറ്റ് കൊടുക്കാൻ പറയായിരുന്നു ആ ഓക്കെ എന്ന് പറഞ്ഞു ടിക്കറ്റ് ഉണ്ടായിരുന്നു ആ സീൻ 3 ടിക്കറ്റ് കൊടുത്തായിരുന്നു വി അതേന്ന് പറയായിരുന്നു ചുമ്മാ ടിക്കറ്റ് ആരാ വെച്ചിടുന്നില്ല ടിക്കറ്റ് എന്ന് കൊടുത്തായിരുന്നു ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു ശരി ഓക്കെ എന്ന് ഹീറോ പോയായിരുന്നു ചിരിച്ചിട്ട് അവിടെ നിന്ന് പോയായിരുന്നു അങ്ങനെ പോലീസൊക്കെ നമ്മൾ പോകാമെന്ന് പറഞ്ഞാൽ പോലീസ് ഭയങ്കര ഹാപ്പി അപ്പോൾ സോങ് എൻജോയ് ചെയ്യാം BTSൻ്റെ അതാണ് അതേ രീതി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായിരുന്നു ഹീറോയിനെ ചെയ്തായിരുന്നു അങ്ങനെ വി ആയിരുന്നു എനിക്ക് അത് ഹീറോ പറയായിരുന്നു അതുകൊണ്ട് ഷോക്കായിരുന്നു വി ആയിരുന്നു അതേ എന്ന് പറയുന്നു അങ്ങനെയായിട്ട് എല്ലാവരും അതാ BTS നമ്മൾ സോങ്സ് അങ്ങനെയായിട്ട് അവർക്ക് പോയിരുന്നു അങ്ങനെ ആ സോങ് കേട്ടിട്ട് രണ്ടുപേരും എൻജോയ് ചെയ്ത് തന്നെയായിരുന്നു അപ്പോൾ ഈ റൂമിനടുത്ത് പോയിട്ട് ഓർക്കായിരുന്നു അതെ വീക്ക് ഓർക്കായിരുന്നു അങ്ങനെയിട്ട് ഹീറോ ജ്യൂസ് അതെല്ലാം വരുന്നു വീക്ക് മേങ്ങി കൊടുത്തു ഫ്ലാഷ് ബാക്ക് ഓർക്കായിരുന്നു ഹീറോ ജ്യൂസ് അത് ഇതെല്ലാം മേങ്ങി തന്നത് അത് മാത്രമല്ല ഹീറോയിനെ ക്യാരിങ് ചെയ്യുന്നു അങ്ങനെ വീക്ക് ഒന്നും കൊടുക്കായിരുന്നു ബാക്കിലെടുക്കാൻ വരുമ്പോൾ ഒരു ബുക്ക് അത് താഴെ വീണു ആ ബുക്കാണ് ഒരു പർപ്പിൾ ബുക്ക് അത് BTSൻ്റെ ഒരു ഡ്രോയിങ് അതേമാതിരി ബുക്കായിരുന്നു ഹീറോയിൻ്റെ ബുക്ക് അത് വി നോക്കിയായിരുന്നു ആ ബുക്ക് ഹീറോയിൻ്റെ ബുക്ക് അത് എടുത്ത് സൂക്ഷിച്ച് വെച്ചായിരുന്നു ആ സോങ്സ് എല്ലാം ഹീറോ സോങ്സ് എല്ലാം കേട്ട് എൻജോയ് ചെയ്ത് നോക്കിയായിരുന്നു ഹീറോയിനെ കണ്ട് ചിരിച്ചിട്ട് പാട്ട് ഡാൻസ് എല്ലാം കളിച്ചിട്ട് പോയായിരുന്നു കഴിഞ്ഞിട്ട് എല്ലാം പോയി ഇങ്ങനെയായിട്ട് ഷൂട്ടിങ്ങൾ കഴിഞ്ഞ് ഹീറോയ്ക്ക് കുറേ ഹീറോയുള്ള പ്ലേസൊക്കെ പോയിരുന്നു അങ്ങനെ എല്ലാം ബിസി ആകാൻ തുടങ്ങി അങ്ങനെ പ്രീ ആകുമ്പോൾ ബുക്ക് എടുത്തു ആ പർപ്പിൾ ബുക്കായിരുന്നു ജങ്കൊക്കെ ബുക്കായതാ അതൊന്നുമില്ലടാ വി പറയുന്നു അതൊന്നുമില്ല ഈ ബുക്ക് എനിക്ക് ഒരാളെ വേണ്ടപ്പെട്ട ബുക്കാണ് ഞാൻ പഠിക്കുന്നതെന്ന് പറയുന്നു ശരി ഇവനൊന്നും കട്ടെ ഞാൻ കണ്ടിക്കണ്ടെന്ന് പറഞ്ഞ് അവർ പോയിരുന്നു വി എല്ലാം വായിക്കാൻ തുടങ്ങി ഫസ്റ്റ് പേരുണ്ടായിരുന്നു കിം ടായാം പിന്നെ ഹീറോയുടെ പേരുണ്ടായിരുന്നു ഹീറോ ഷാക്കായിരുന്നു അത് മാത്രം ഓർന്ന് ബുക്ക് വായിക്കാൻ തുടങ്ങിയായിരുന്നു ഫുൾ ഹീറോയ്ക്ക് എന്താ പിടിക്കുന്നത് എന്തെല്ലാം പിടിക്കുമോ അത് ഹീറോ എവിടെ നിന്ന് വന്നത് എല്ലാം മൊത്തം ഡീറ്റെയിൽസ് ആ ബുക്കിലുണ്ടായിരുന്നു അങ്ങനെ എവിടെയാണ് ഉള്ളത് അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു അങ്ങനെയായിട്ട് ഹീറോയിൻ മൊത്തം ഡീറ്റെയിൽസ് എല്ലാം വായിച്ചായിരുന്നു വായിച്ചിട്ട് ചിരിക്കാൻ തുടങ്ങിയായിരുന്നു അതെ വീക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു പറഞ്ഞു അതിൽ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ മനസ്സിലായി അത് ഹീറോയോടെ ഉള്ളത് അത് മാത്രമല്ല ഹീറോയിൻ്റെ ഫോൺ നമ്പർ എല്ലാം ഇതാക്കിയായിരുന്നു അത് മാത്രമല്ല ഇത് ചെയ്തു വെച്ചായിരുന്നു അത് മാത്രമല്ല ഹീറോയിൻ്റെ ഫ്രണ്ട് അവിടെ അതായത് ഈ സീനിയർ അവിടെ ഇട്ടുണ്ടായിരുന്നു ആ സീനിയർ പറഞ്ഞ അതെ ജുപ്പ് തുറന്ന് വെച്ച് ആ ബുക്ക് സീനിയർ നോക്കിയായിരുന്നു കണ്ടക്കാതെ സീനിയറെല്ലാം നോക്കിയായിരുന്നു എടുക്കുന്നതല്ല സീനിയർ ഓൾറെഡി നോക്കിയായിരുന്നു സീനിയർ ഓർക്കായിരുന്നു അപ്പം ആ ബുക്ക് എടുത്തോണ്ടല്ലേ സമാധാനം എന്ന് സീനിയർ ഇവിടെ നിൽക്കായിരുന്നു ഈ എല്ലാം നോക്കിയിട്ട് ശരി ഇവളെനിക്ക് കാണണം എന്ന് ഓർക്കായിരുന്നു സീനിയർ നമുക്ക് നോക്കാം സീനിയർ ബുക്ക് എടുക്കുന്നതല്ല സീനിയർ നോക്കി അറിയില്ലായിരുന്നു സീനിയർ ശരി ഒക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടാതിരുന്നായിരുന്നു അങ്ങനെ ഹീറോയിനെ ടേസ്റ്റ് നന്നായിട്ട് പോകാൻ തുടങ്ങി ഹീറോയിന് ഓർമ്മ ഒന്നും കഴിഞ്ഞില്ല ശരി ഓക്കെ എന്ന് പറഞ്ഞ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് മാത്രമല്ല സീനിയർക്ക് കോൾ ചെയ്താൽ സീനിയർ ഹലോ ആരാ ഗെയിം ടൈം ഞാൻ തമ്മില്ല എന്ന് പറയായിരുന്നു അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ പേര് പറഞ്ഞിട്ട് ഇതെല്ലാം പറയായിരുന്നു അത് സീരിയസ് ഷോക്കായിരുന്നു അതെ ഡി ഓഫീസിൽ ഇവിടെ ജോലി ചെയ്യുന്നത് വി പറയുന്നത് അതൊക്കെ ഷോക്കായിരുന്നു അതുമാത്രമല്ല അവർ കുറച്ച് മൊത്തം പറയുമ്പോൾ ഷോക്കായിരുന്നു അപ്പോൾ വീഡിയോ കോൾ ചെയ്യാൻ പറയായിരുന്നു ശരി ഓക്കെ എന്ന് പറഞ്ഞ് വീഡിയോ കോൾ വന്നു ഇതായിട്ട് ഷാക്കായിരുന്നു ശരി എവിടെ മീറ്റ് ചെയ്യായിരുന്നു വി പറയായിരുന്നു ശരി ഓക്കെ ഇങ്ങനെ ഇവിടെ മീറ്റ് ചെയ്യുന്നത് പിന്നെ പറയാം ഞാൻ വരുന്നു നിങ്ങൾ പിക്കപ്പ് ചെയ്യണമെന്ന് പറയുന്നു
ശരി ഓക്കെ. അങ്ങനെ വി പറഞ്ഞ് അങ്ങനെ ഹീറോയിഡ് അതാ സീനിയർ ബേക്കപ്പ് ചെയ്ത് എനിക്ക് താമസിക്കാൻ ഹോട്ടൽ വേണം. ഹോട്ടലാ നിങ്ങൾക്ക് ഹോട്ടൽ പറഞ്ഞാൽ ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ സീനിയർ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെ പിക്കപ്പ് ചെയ്ത് ഹോട്ടൽ അവിടെ ഉണ്ടായിരുന്നു. ആ ഹോട്ടലിൽ താമസിച്ചായിരുന്നു. പറഞ്ഞ് ഐഡിയ പറഞ്ഞു കൊടുത്തായിരുന്നു. അങ്ങനെ ഹീറോയിനെ കാണാൻ വന്നായിരുന്നു. ഹീറോയിൻ നല്ല ഉറങ്ങായിരുന്നു. അപ്പോൾ സീനിയർ വിളിക്കുമായിരുന്നു എന്തായിട്ട് ഉറക്ക് ഒന്നുമില്ല സീനിയർ ടാഡായിരുന്നു അങ്ങനെ കൊണ്ട് ടാഡായിരുന്നു. അങ്ങനെ ശരി ഓക്കെ നിങ്ങൾ ആ റൂമിലേക്ക് പോയിട്ട് വന്നു പറയുന്നത്. ഈ സീനിയർക്ക് വേറെ പണിയില്ല എന്ന് പറഞ്ഞ ഹീറോയിൻ റൂം വന്നിട്ടുണ്ട്. റൂം ലോക്കായി എന്താ തിരിഞ്ഞു പിയുടെ മേലെ കൈ വെച്ചിട്ട് ഹീറോയിൻ്റെ സ്റ്റൈലാന്നൊക്കെ ഹീറോയ്ക്ക് ചെറുക്കമായിരുന്നു. എന്താ ഇത് പി മുതലിട്ടായിരുന്നു പി എടുത്ത് പറയായിരുന്നു. എന്ന് ഷാക്കായത് വായ്പളം നോക്കായിരുന്നു. പിടിച്ച് ഹീറോയിനെ കിസ് ചെയ്തായിരുന്നു. കിസ് ചെയ്ത് വിടുന്ന ഹെക്ക് കുത്തായിരുന്നു. പറയായിരുന്നു നോ പറഞ്ഞ ഹീറോയിനെ പിടിച്ച് കിസ് ചെയ്താണ്. ആനായിട്ട് അങ്ങനെ ഹീറോയി കിസ് ചെയ്ത് അതുമാതിരി ഒന്നും ഷാക്കായിട്ട് വായുള്ളൂ ഹീറോയ്ക്ക് റിങ് കിട്ടും. അത് മാത്രമല്ല നമുക്ക് വീക്കിടെ റിങ് പറയുന്നു ഈ ഷാക്കായിട്ട് കൈ വെട്ടായിരുന്നു. ഇവിടെ ചേട്ടിപ്പിച്ച് റിങ്ങിട്ട് വാ നമ്മുടെ മാരേജ് ചോദിക്കാം ഷാക്കായിട്ട് നോക്കായിരുന്നു. അതായിട്ട് ഡേസ് പോ തുടങ്ങി വീക്ക് ഹീറോയ്ക്ക് മാരേജ് നന്നായിട്ട് നടന്നായിരുന്നു. വീനെ വായ്പളം ഹീറോയ്ക്ക് കണ്ട് ഷാക്കായിരുന്നു. വീക്ക് ഇത് റിയൽ ആണോ ഇത് ഫേക്കാണ് പറഞ്ഞ ഹീറോയി ഷാക്കായിരുന്നു. വീൻ്റെ കൂടെ ഹീറോയ്ക്ക് മാരേജ് ആയിരുന്നു. അതുമാത്രമല്ല ഹീറോയെ വിളിച്ചോണ്ട് പോന്നായിരുന്നു. അപ്പോൾ നൈറ്റായിരുന്നു ഹീറോയ്ക്ക് റൂം പോകുന്ന ഒരുപാട് ചെറുക്ക് വീണായിരുന്നു. പാവ ഹീറോയി റൂമൊക്കെ വന്നായിരുന്നു. നല്ല ഹീറോയിന് ലുക്ക് ഇടായിരുന്നു. അതെ ഹീറോയിൻ ലുക്ക് ചെയ്യുന്നു എന്താന്ന് പറഞ്ഞ ഹീറോയി നോക്കാതെ ഹീറോ അടുത്ത് വന്നു കേസ് ചെയ്തു. അങ്ങനെ എല്ലാം നിർത്താനായിട്ട് രാവിലെ തിരിച്ചു നോക്കുമ്പോൾ ഹീറോയിൻ ഷാക്കായിരുന്നു. ഇതെല്ലാം റിയലാണല്ലോ ഞാൻ ഡ്രീം എന്നിട്ട് പോയി എന്ന് പറഞ്ഞു. വീണ നോക്കായിരുന്നു ക്യൂട്ടായിട്ട് ഉറങ്ങായിരുന്നു. എന്നാൽ ഹീറോയെ കുളിച്ച് ബ്രഷായി വെളിയിൽ താഴെ ഇറങ്ങി വന്നു. അങ്ങനെ താഴെ ഇറങ്ങിയായിരുന്നു ഹീറോ കിച്ചണിൽ കുക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കിയായിരുന്നു. അങ്ങനെ താഴെ ഇറങ്ങിയ ക്യൂട്ടായിട്ട് ഹീറോയിനെ ആക്കിച്ചത്. ഹീറോ ഷോക്കായിരുന്നു. എന്താ ചെയ്യുന്നത് ഒന്നുമില്ല നിങ്ങൾക്ക് കുക്ക് ചെയ്യണം. അങ്ങനെ ഫുഡ് റെഡിയാക്കി വെച്ചായിരുന്നു. ഫുഡ് എല്ലാവർക്കും കഴിക്കുമായിരുന്നു.